ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബോംബ് ഭീഷണി. സഖാവ് പിണറായി വിജയൻ എന്ന പേരുള്ള ഐഡിയിൽ നിന്നുമാണ് മെയിൽ ഭീഷണി സന്ദേശം എത്തിയത്. ടവർ കെട്ടിടത്തിൽ 4 RDX ID ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഭീഷണിയുണ്ട്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊട്ടിത്തെറിക്കുമെന്നാണ് ഭീഷണി സന്ദേശം. വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, പോലീസ് എന്താണ് പറയുന്നത്? ബിനിൽ, വളരെ കൗതുകമുള്ളൊരു വാർത്തയാണ്. കാരണം സഖാവ് പിണറായി വിജയൻ എന്ന ഐഡിയിൽ നിന്നാണ് ഭീഷണി സന്ദേശം വന്നതെന്നാണ് മുംബൈ പോലീസ് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനടക്കം വലിയ രൂപത്തിൽ ഭീഷണികൾ വരാറുണ്ട്. അതെല്ലാം വ്യാജ ഭീഷണി സന്ദേശമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാണ് ഇതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം പോലീസ് വിശദമായ പരിശോധന നടത്തി അവിടെ സംശയകരമായ സാഹചര്യത്തിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ആ ഐഡിയിലാണ് ഇപ്പോൾ സംശയമുള്ളത്. സഖാവ് പിണറായി വിജയൻ എന്ന ഐഡിയിൽ വന്ന ഭീഷണി ആയതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എവിടെ നിന്നാണ് വന്നത്, ഏത് ഐഡിയിൽ നിന്നാണ് വന്നത് എന്നടക്കം വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അവിടെ ഭീഷണി വന്നെങ്കിൽ പോലും സംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ ഐഡിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നിരവധിയായ ബോംബ് ഭീഷണി കഴിഞ്ഞ ഒരു 6-7 മാസക്കാലത്തിനിടയിൽ വന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം വ്യാജ ബോംബ് ഭീഷണിയാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതും അങ്ങനെ തന്നെയാണെന്നാണ് കരുതുന്നത്. പക്ഷേ ആ ഐഡിയെ സംബന്ധിച്ച് അത് കൗതുകമുള്ളതാണ്, നമ്മളെ സംബന്ധിച്ച് കൗതുകമുള്ളതാണ്. പക്ഷേ ഗൗരവകരമായി തന്നെയാണ് പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ബിനിൽ, ഉറപ്പായും ശ്രീജിത്ത്, നമ്മൾ പല വ്യാജ ഭീഷണി സന്ദേശം കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിന് വരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അതെല്ലാം തന്നെ വിദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ ആ വിധത്തിൽ തോന്നാവുന്ന IP അഡ്രസ്സുകളുള്ള അല്ലെങ്കിൽ മെയിൽ ഡൊമൈനുകൾ അല്ലെങ്കിൽ ആ പേരുകളെല്ലാം ആ വിധത്തിലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ എന്ന് പേര് ഉപയോഗിക്കുമ്പോൾ അതിലൊരു മലയാളി ടച്ച് ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടേണ്ടതുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും ഇത്തരം ഐഡികളെല്ലാം സാധാരണഗതിയിൽ കണ്ടെത്താറുള്ളത് വിദേശത്ത് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ ഡൊമൈൻ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ തന്നെയുള്ള അങ്ങനെയുള്ള ഐഡികളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു പരിശോധനയിലും എല്ലാം വിദേശത്തു നിന്നുള്ള ഐഡി എന്ന നിലയ്ക്കാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതും അത് തന്നെ ആകാനാണ് സാധ്യത. പക്ഷേ പേരിലുള്ള കൗതുകം, പേരിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തിനാണ് സഖാവ് പിണറായി വിജയൻ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ഐഡിയിൽ നിന്നുള്ളൊരു സന്ദേശം വന്നത്? ആരാണ് ഐഡിക്ക് പിന്നിലുള്ളത് എന്നത് ഒരുപക്ഷെ ഒരു വ്യാജ ബോംബ് ഭീഷണിയാണെങ്കിൽ പോലും, ഒരു കൗതുകത്തിന് അയച്ചാണെങ്കിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു രൂപത്തിലാണ്. അതിൻ്റെ രാഷ്ട്രീയ തലത്തിലേക്കൊക്കെ ചർച്ച പോകുന്നുണ്ട്. എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ഗൗരവകരമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള വലിയ ആശ്വാസകരമാണ്. വിദേശത്തു നിന്നാണെങ്കിൽ അത് സാധാരണഗതിയിൽ ഇത്തരം ബോംബ് ഭീഷണികളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ വലിയ രൂപത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കാറാണ് പതിവുള്ളത്. പ്രതികളെ കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ്. വലിയ രൂപത്തിൽ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നുള്ള ഐഡിയ ആണെങ്കിൽ മാത്രമാണ് പ്രതികളെ കണ്ടെത്താറും പിടിക്കാറുമുള്ളത്. അതുപോലും ഒരുപക്ഷെ വ്യാജ ബോംബ് ഭീഷണി അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളൊക്കെ നടത്തുന്ന ഭീഷണികളായിട്ടാണ് പോലീസ് കണ്ടെത്താറുള്ളത്. ഇത്തരം ഐഡികൾ വിദേശത്താണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അന്വേഷണം വഴിമുട്ടാറാണ് പതിവ്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ബിനിൽ, ശരി, വ്യക്തമാണ്. എന്തായാലും ആ ഐഡിയിലെ കൗതുകത്തോടൊപ്പം തന്നെ അതിലൊരു ഭയപ്പെടുത്തുന്ന ഒരു എലമെന്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യാജ മെയിൽ ഐഡിയിൽ നിന്നാണ് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര നിയന്ത്രണ കേന്ദ്രത്തിന് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബോംബ് ഭീഷണി വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.